സാറ് പേടിക്കൊന്നും വേണ്ട, ഇത് ഫാത്തിമ ബീവിയുടെ ഒരു സ്റ്റൈലാ. എന്ത്? എന്റെ ബീവിയുടെ പേര് ഓട്ടോ കിട്ടിയിരിക്കുന്നത്. സ്റ്റാർട്ടാകാനേ ഉള്ളൂ പ്രശ്നം. ഓടി തുടങ്ങിയാൽ പിന്നെ ഒറ്റ കുഴപ്പമുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് നിൽക്കും. അപ്പൊ വീണ്ടും സ്റ്റാർട്ടാക്കണം. മതിയല്ലോ, പിന്നെന്തിനാ വേറെ കുഴപ്പം? എല്ലാരും ഇത് തന്നെയാ ചോദിക്കുന്നത്. ഇത് അത്ര വലിയ പ്രോബ്ലം ആണോ? അല്ല അല്ലേ? വണ്ടി നമുക്ക് പോവാം. സാധാരണ ഞാൻ ഓട്ടം വരാത്ത, പക്ഷെ സാറിന്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയാൻ തോന്നിയില്ല. സാറ് പറഞ്ഞ സ്ഥലം ആവാറായി. അഡ്രസ് കയ്യിലുണ്ടോ? സാറിന് പോകേണ്ട അഡ്രസ് ഉണ്ടോ? സ്ഥലമായി. അത് എന്റെ ബ്രദറിലോട് വീടാ, മംഗലത്ത് വീട്. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കിയല്ലോ. പത്ത് മിനിറ്റ്. ഞാൻ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് പെട്ടെന്ന് വരാം. 10-20 മിനിറ്റ് എടുത്തോളൂ. ഇത് സാറിന്റെ സ്വന്തം വണ്ടിയാണെന്ന് കരുതിയാ മതി. സൈഡ് സീറ്റ് വേണം. ഓക്കെ, എന്താ ഹാപ്പി ആയില്ലേ? സാറേ, അവരെയൊക്കെ വിട്ടയച്ച സ്ഥിതിക്ക് എന്നെ കൂടി. അതെ, അവരെയൊക്കെ അന്വേഷിച്ച് അവരുടെ കുടുംബക്കാരും വന്നു. നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരട്ടെ, അപ്പൊ വിടാം. എവനെയൊക്കെ തിരക്കി ആര് വരാൻ? നടുറോട്ടി കിടന്ന് ചത്താ പോലും തിരിഞ്ഞു നോക്കാൻ ആരും കാണില്ല. അവസാനം നമ്മൾ തന്നെ കാണും. അജ്ഞാത ശവം മോർച്ചറിയിലെത്തിക്കാൻ കുറെ നേരം കൂടി അവിടെ കിടക്കട്ടെ. നടുറോട്ടി കാണുന്ന വയ്യാവേലിയിലൊക്കെ തലയിടാനുള്ള ആ ആഗ്രഹം ഒന്ന് തീരുമല്ലോ. അല്ല പിന്നെ. Excuse me. Sit down, please. Thank you. ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്ന സലീം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, അയാളെ വിട്ടയക്കണം. ആർക്കും പരാതിയില്ലാത്തതുകൊണ്ട് കേസ് എടുത്തിരുന്നില്ല. കൊണ്ടുപോയിക്കോളൂ. ആ സലീമിനെ ഇറക്കി വിട്ടേക്കൂ. ശരി സാർ. കൊള്ളാലോ, ഞാൻ ആദ്യമായിട്ടാ ഷൂട്ടിംഗ് കാണുന്നത്. ഇത് സിനിമയാണോ സീരിയലാണോ? ഹലോ, അവര് നമ്മളെയും ക്യാമറയെ പിടിക്കണ്ടെന്നാ തോന്നണേ. സലീം, മിണ്ടാതിരിക്ക്. Are you ready? Ready, madam? Okay, start camera. Rolling. Action. ഇനി എങ്ങോട്ടാ സാറേ? വല്ലാത്ത വിശപ്പ്. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാൻ യാത്ര. ഉഗ്രൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ഹോട്ടലിന്റെ പേര് തന്നെ ഗംഭീര. ചിന്ന സായി ആർട്ട് ഓഫ് ഈറ്റിംഗ്. ഒരു സാമ്യം നടത്തുന്നത്. ആഹാരത്തിലൂടെ ആരോഗ്യം എന്നതാണ് സാമിയുടെ നയം. വലിയ വലിയ ആൾക്കാരാ വന്ന് കഴിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലേ സാറേ? ഓ, സലീമിന്റെ ഇഷ്ടം പോലെ. കുറച്ച് നാളായി അവിടുന്ന് ആഹാരം കഴിക്കണമെന്നൊരാഗ്രഹം. ഇതെന്താ പേരുകളാ? ഇതെന്താ ഇത്? ഞാൻ പറഞ്ഞത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാന്നാ, വെജിറ്റബിൾ ഫുഡ് കഴിക്കാന്നല്ല. വലിയ ചതിയായി പോയി സാറേ. മുരിങ്ങയ്ക്കും പച്ചയ്ക്ക് അടിക്കുന്നതാണ് ആർട്ട് ഓഫ് ഈറ്റിംഗ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ചിലപ്പോ ഇത് നന്നായിരിക്കും. മക്കളെ, ഹിമാലയ സാനുക്കളില് ബലഭൂയിഷ്ടമായ മണ്ണിൽ വളർന്ന സ്വാദിഷ്ടമായ പച്ചക്കറികൾ, സാക്ഷാൽ കൈലാസേശ്വരൻ തപസ്സു ചെയ്ത ദിവ്യഭൂവിനടുത്തുള്ള വാഴത്തോപ്പിലെ കദളി വാഴയിൽ നിന്ന് ചീന്തിയെടുത്ത ഇലക്കീറിൽ കഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ചിന്നസായി ആർട്ട് ഓഫ് ഈറ്റിംഗിന്റെ ആദ്യ പ്രത്യേകതയും അതാണ്. സ്വാമി, ഒരു സംശയം.
ഹിമാലയ സാനുക്കളിൽ മുഴുവൻ മഞ്ഞല്ലേ, അവിടെ പച്ചക്കറികൾ വളരുവോ? കൈലാസേശ്വരൻ തപസ് ചെയ്ത ദിവ്യഭൂവിനടുത്ത് വാഴത്തോപ്പുണ്ടെന്നോ? അവന്റെ ഒരു കോപ്പിലെ സംശയം. പിന്നെ ദൂരീകരിച്ച് തന്നാലും മതി. ദൂരീകരിക്കാനല്ല, നിന്നെ ദൂരെ കോരിക്കും. മിണ്ടാതിട പുല്ലേ. ഭോജന പ്രക്രിയ ആരംഭിക്കാം. മകനെ, ആ ദിവ്യ സാമ്പാറും ഭക്ത അവിയലും ഇങ്ങോട്ട് എടുത്തുകൊള്ളുക. എടുക്കുക. ഭക്തർക്ക് നേരിട്ട് ഭക്ഷണം വിളമ്പുന്ന മഹാഗുരു, അതാണ് ഈ ചിന്നസ്വായി. ജയ് ജയ് ചിന്നസ്വാമി, ജയ് ജയ് ചിന്നസ്വാമി, ജയ് ജയ് ചിന്നസ്വാമി. സാധാ ഊണോ ചപ്പാത്തിയോ കിട്ടോ സ്വാമി? മൂടാ, വിഡിത്തം പറയാതിരിക്കൂ. ഇത് ശരിയാവില്ല സലീമേ, നമുക്ക് പോവാം. നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചാലോ? അവിടെ ഇനി പച്ചയ്ക്ക് കോഴിയെ കൊണ്ടുവന്ന് എന്നെ ഒന്നും പറയല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു സംശയമുണ്ട് സ്വാമി. എന്താ മകനെ? അല്ല, ആഹാരം കഴിക്കാതെ തിരിച്ചു പോകുമ്പോ നമ്മൾ തന്ന കാശ് തിരിച്ചു തരുമോ? തരില്ല മകനെ. ഒരു സ്പൂൺ ചോറും കുറച്ച് പച്ചക്കറിയും വിളമ്പി വെച്ചിട്ട് 250 രൂപ വേണമില്ലേ? തന്റെ തലമുടിയിൽ ഇരുത്തി വിടും വാ സ്വാമി. സലീമേ, ദാ വരുന്നു സാർ. അസന്മാർഗികൾ. പ്രകൃതി ജീവനത്തിന്റെ ഗുണം അവർക്കറിയില്ല. ആഹാരത്തിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ അല്പം മുരിങ്ങയില വിളമ്പു, ഇവിടെ അല്പം കുറുന്തൂട്ടിയ ചെറു വിളമ്പു, ഇവിടെ അല്പം കമ്മ്യൂണിസ്റ്റ് പച്ച വിളമ്പു. വേഗമായിക്കോട്ടെ. ഓം സാത്വിക സന്ധാന. അവിടെ അല്പം നൃത്തം തിരിച്ച വിളമ്പു. സപ്തകുലേ ഏകകുലേ ത്രികുലേ ചിക്കൻ ചിക്കനേ ശാന്തി. ദൈവമേ, ചിക്കൻ തിന്നാതെ 1 മണിക്കൂർ പോലും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്നായി. ഇങ്ങനെ പോയാൽ ഞാൻ വല്ല പൈസയും വന്ന് ചാവത്തേ ഉള്ളൂ. സ്വാമി, സ്വാമി, ഒരു സംശയം. ആഹാരത്തിലൂടെ ആനന്ദം എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ പിന്നെ ഈ ആഹാരം എന്താ നമ്മുടെ ശരീരത്തിൽ പിടിക്കാത്തത്? ഇനി അതുകൊണ്ടായിരിക്കോ നമുക്ക് ആനന്ദമില്ലാതായത്? ഈ ശരീരത്തിൽ പിടിക്കുന്ന ആഹാരമോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ആനന്ദം കിട്ടാതെ പണ്ടാടി പോണം. ഈ അറ്റാക്കിൽ നിന്ന് വ്യക്തമാകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് അനിരുദ്ധൻ എന്നെ വല്ലാതെ ഭയപ്പെടുന്നെന്നും, രണ്ടാമത്തത് സിന്ധുവിന്റെ തിരോധാനത്തിന് പിന്നിൽ അവനാണെന്നും അവള് ജീവിച്ചിരിപ്പുണ്ടെന്നും. അതോർക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നത്. സാർ, അതെ സലീം, അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. സിന്ധുവിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോന്നോർത്ത്. പക്ഷെ ഇപ്പൊ അത് മാറി. ഷീസ് അലൈവ്. എന്റെ ജീവൻ കൊടുത്ത് ഞാൻ അവളെ രക്ഷിക്കും. അവൾക്ക് എന്ത് സംഭവിച്ചെന്നറിയും. പക്ഷെ പോലീസുകാരും രാഷ്ട്രീയക്കാരും എനിക്ക് വിശ്വാസമില്ല. അവരവരുടെ വഴി അന്വേഷിക്കട്ടെ. നമുക്ക് മറ്റൊരു വഴി പോവാം. എല്ലാം നേരെയാവും. നമ്മൾ സാറിന്റെ അനിയത്തെ കണ്ടുപിടിക്കും. സാറ് സമാധാനമായിരിക്കും. ഹലോ, സിദ്ധാർത്ഥൻ ഹിയർ. ഓക്കെ നീന, ഞാൻ ഉടനെ എത്താം. അനിരുദ്ധനോടൊപ്പം അന്ന് ഹോട്ടൽ കണ്ട പെൺകുട്ടി സൗത്ത് ഇന്ത്യൻ ഫിലിം ഫീൽഡിലെ ലേഡി സൂപ്പർ സ്റ്റാർ റാണി വിശ്വംഭരന്റെ അനിയത്തി. 1-2 ചിത്രങ്ങൾ മുഖം കാണിച്ചെങ്കിലും ഒന്നും ആവാനാവാതെ മദ്രാസിൽ ശരീര വ്യാപാരത്തിനിറങ്ങി. നാണക്കേടായപ്പോ ചേച്ചി തന്നെ ഒറ്റക്കൊടുത്ത് അവൾ അകത്താക്കി. കേസിൽ നോടിയവൾ പുതിയ പേരിൽ പുതിയ ഭാവത്തിൽ കേരളത്തിൽ താവളം കണ്ടെത്തി. ജൂലി മാത്യു, ഈ സിറ്റിയിലെ അറിയപ്പെടുന്ന ക്ലബ് ഡാൻസർ. ഇവളെ പിടിച്ച അനിരുദ്ധനിലേക്കുള്ള പാത തെളിയും. ഇവളിപ്പോ എവിടെ ഉണ്ടാവും? That you have to find out. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് തപ്പിയെടുക്കാം. അതിനുവേണ്ടി ഇന്നത്തെ ഓട്ടം ഞാൻ കട്ട് ചെയ്യാം.